ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ്. വറുത്തരച്ച കൂണുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, എളുപ്പമായ രീതിയിൽ നമുക്ക് എങ്ങനെ നല്ലൊരു വറുത്തരച്ച കൂണുകറി ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പാക്കറ്റ് കൂണാണ് എടുത്തേക്കുന്നത്. 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കൂണ്, ശകലം വലിയ ജീരകം, ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും ഓരോ ടീസ്പൂൺ വെച്ചിട്ട്, പിന്നെ സവാള, ഒരു 2 സവാള, മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിന് അരിഞ്ഞത്, ഒരു തക്കാളി, 3 പച്ചമുളക്, ശകലം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ശകലം നമുക്ക് കരിവേപ്പിലയും കൂടി ഒരു ശകലം. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇപ്പം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തേങ്ങ വറക്കാനുള്ള ശകലം മതി, ഒത്തിരി ഒന്നും വേണ്ട. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ ചെറുതായിട്ട് മൂത്ത് നിറം മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമ്മളിവിടെ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ശകലം ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായി മൂത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ശകലം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം അതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചേക്കാം, നമ്മൾ പൊടി മാറ്റി വെച്ചില്ലായിരുന്നോ, ആ പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇളക്കിയെത്തണം. ചട്ടീൻ്റെ ചൂടിൽ തന്നെ നമ്മൾ ഈ പൊടി ആയി കിട്ടും. ചെഞ്ചട്ടി നല്ല ചൂടായിട്ടായിരിക്കുന്ന ആ ചൂടിൽ തന്നെ ഇത് ആയി കിട്ടും. തേങ്ങ നമ്മളിവിടെ വറുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ശകലം ഒരു 10 മിനിറ്റ് സമയം എടുക്കും തണുക്കാൻ. തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അതേ ചട്ടിയിലോട്ട് തന്നെ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് നമുക്ക് ആ ഉള്ളിയെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ വെച്ചേക്കുന്ന പച്ചമുളക്, സവാള, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ അത്യാവശ്യം ആയി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കൂണ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഉപ്പ് ചെക്ക് ചെയ്യണം കറക്റ്റാണോ എന്ന്. എന്നിട്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. കൂണ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ, ഇതാണ് നമ്മുടെ അരപ്പ്. നമ്മൾ നേരത്തെ തേങ്ങ കൂട്ടി അരച്ചില്ല, മസാലയെല്ലാം കൂട്ടിയിട്ട്, അതാണിത്. നന്നായിട്ട് ഈ നിറമായിരിക്കും നമുക്കത് അരച്ച് കിട്ടുമ്പോൾ. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്ന് നല്ല രസമായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം നമ്മുടെ കൂണുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നതുണ്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള വറുത്തരച്ച കൂണുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.